നിങ്ങൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം വെറുമൊരു തോന്നലാണെന്ന് കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ ഉപബോധ മനസ്സ് കാണിച്ചു തരുന്ന ഓരോ ദൃശ്യത്തിനും പിന്നിൽ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ വലിയൊരു സ്വാധീനമുണ്ട്. ജ്യോതിഷം പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹപ്പിഴകളും വരാനിരിക്കുന്ന ഭാഗ്യങ്ങളും സ്വപ്നങ്ങളിലൂടെ മുൻകൂട്ടി അറിയാൻ സാധിക്കും. ശാസ്ത്രം പോലും ഇന്നും ഉത്തരം തിരയുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാമ്പുകളെക്കുറിച്ച് സംസാരിക്കാം. സ്വപ്നത്തിൽ പാമ്പുകളെ കാണുന്നത് മിക്കവരിലും ഭയമുണ്ടാക്കുന്ന ഒന്നാണ്. ജ്യോതിഷപരമായി ഇത് രാഹുവിനെയോ കേതുവിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിൽ പാമ്പുകൾ നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില തടസ്സങ്ങളുടെ സൂചനയാണ്. എന്നാൽ പാമ്പ് നിങ്ങളെ കടിക്കുന്നതായാണ് കാണുന്നതെങ്കിൽ പേടിക്കേണ്ട. അത് അപ്രതീക്ഷിതമായ ധനലാഭത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തെയോ ആണ് കുറിക്കുന്നത്. പക്ഷേ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് കാണുന്നത് ജാഗ്രത പാലിക്കണമെന്ന പ്രപഞ്ചത്തിന്റെ താക്കീതാണ്. ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഞെട്ടി ഉണരാറുണ്ടോ? ജ്യോതിഷത്തിലിത് ശനിഗ്രഹത്തിന്റെ സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം ഭയക്കുന്നതോ ആയ സാഹചര്യങ്ങളിലാണ് ശനി ഇത്തരം സ്വപ്നങ്ങൾ നൽകുന്നത്. ഏഴരശനിയോ കണ്ടകശനിയോ അനുഭവിക്കുന്നവർക്ക് ഇത്തരം സ്വപ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ഈശ്വരവിശ്വാസം കൂട്ടാനും സമയമായി എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുന്നത് പലരെയും വികാരഭരിതരാക്കാറുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംരക്ഷണമാണ്. എന്നാൽ അവർ സങ്കടത്തോടെ ഇരിക്കുന്നതായാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾക്ക് എന്തോ അസംതൃപ്തിയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. പിതൃകർമ്മങ്ങൾ ശരിയായി ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു വഴിപാട് നടത്തണമെന്നോ ഉള്ള സൂചനയാകാമിത്. ദുസ്വപ്നങ്ങൾ കണ്ട് ഭയക്കേണ്ടതില്ല. ഉറങ്ങുന്നതിനു മുൻപ് ഈശ്വരനെ സ്മരിക്കുന്നതും കൈകാലുകൾ വൃത്തിയായി കഴുകി പോസിറ്റീവ് ചിന്തകളോടെ ഉറങ്ങുന്നതും നിങ്ങളുടെ ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. നമ്മുടെ സനാതനധർമ്മം നൽകുന്ന ഇത്തരം അറിവുകൾ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ. നിങ്ങൾ സ്ഥിരമായി കാണുന്ന സ്വപ്നം ഏതാണ്? അത് താഴെ കമന്റ് ചെയ്യൂ. അതിന്റെ അർത്ഥം നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ ആത്മീയ ജ്ഞാനത്തിനായി ധർമ്മപഥം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.